ഈ വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ അതിൽ പലതും സിൽക്ക് മെറ്റീരിയലുകളുണ്ട്, പോളിസ്റ്റർ മെറ്റീരിയലുകൾ ഉൾപ്പെടെ ഉണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായികളുമൊക്കെ സംസാരിക്കുമ്പോൾ, അതിൻ്റെ ഓണറോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ വരുന്ന 2 സീസണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാൻ പോവുകയാണ്, അതിൻ്റെ യൂണിഫോം മെറ്റീരിയലുകൾ, ഒപ്പം തന്നെ വരാനിരിക്കുന്ന പെരുന്നാൾ ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ മറ്റ് മെറ്റീരിയലുകളൊക്കെ തന്നെ ശേഖരിച്ച് വെച്ചിരുന്നത് ഏതാണ്ട് ഈ 6-7 മീറ്റർ നീളത്തിൽ വരുന്ന ഈ ഗോഡൌണിന് സമാനമായ മേഖലയിലാണ്. ഇതിനകത്ത് തന്നെ റീറ്റെയിലും നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 30ഓളം സ്റ്റാഫുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശത്ത് ഒഫീഷ്യൽ സ്റ്റാൻഡിലേക്ക് ബസ് എത്തി തിരികെ പോകുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ തീയൊക്കെ താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു മെഡിക്കൽ സ്റ്റോറാണ് പ്രവർത്തിച്ചിരുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തീ ഉയർന്നത് എന്നുള്ളതാണ് ആളുകളൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളത്.